വിക്രമാദിത്യ കഥകൾ ഭാഗം 26. രാജാവിൻ്റെ കൊടും വഞ്ചന അറിഞ്ഞപ്പോൾ മുനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. അദ്ദേഹം വില്ലമ്മനെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് ഒരു കഥ പറഞ്ഞു. രാജശേഖരൻ എന്ന രാജകുമാരനും വീരപാലൻ എന്ന മന്ത്രികുമാരനും ബാല്യകാല മിത്രങ്ങളായിരുന്നു. യൗവനമായിട്ടും അവർ പിരിയാതെ താമസിച്ചു പോന്നു. വിവാഹക്കാലമായപ്പോൾ ഇരുവരും വിവാഹിതരായി. പത്നിമാർ അവരവരുടെ വീടുകളിലായിരുന്നു. ഒരു ദിവസം 2 കുമാരന്മാരും കൂടി പത്നിമാരെ കൂട്ടിക്കൊണ്ടുവരുവാനായി പുറപ്പെട്ടു. ആദ്യം രാജകുമാരന്റെ പത്നിയുടെ നാട്ടിലേക്കാണ് 2 പേരും പോയത്. വഴിയിൽ വെച്ച് ഒരു കിളി പറഞ്ഞു, മുമ്പേ പോകുന്നവൻ മരിക്കും. മന്ത്രികുമാരൻ ഇത് മനസ്സിലാക്കി. മുമ്പിൽ നടന്നിരുന്നത് രാജകുമാരനായിരുന്നു. തൻ്റെ സുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടി വീരപാലൻ മുന്നിൽ കയറി നടന്നു. അപ്പോൾ ആ കിളി വീണ്ടും പറഞ്ഞു, പിൻപേ പോകുന്നവൻ മരിക്കും. രാജകുമാരൻ തീർച്ചയായും മരിക്കുമെന്നും അത് തടയാൻ ശ്രമിക്കണമെന്നും കരുതി മന്ത്രികുമാരൻ പിറകെ നടന്നു. രാജകുമാരൻ ഇതൊന്നും അറിഞ്ഞില്ല. സ്ഥലത്തെത്തിയപ്പോൾ ശാശൂരനും പരിവാരങ്ങളും രാജകുമാരനെയും കൂട്ടുകാരെയും സ്വീകരിച്ച് രാജധാനിയിലേക്ക് ആനയിച്ചു. രാജകുമാരൻ രാത്രിയായപ്പോൾ മണിയറയിലേക്ക് പോയി. രാജകുമാരന് എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്നും അത് തടയണമെന്നും കരുതി അവിടെ ചെന്ന് വീരപാലൻ ഒളിച്ചിരുന്നു. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ രാജകുമാരി അണിഞ്ഞൊരുങ്ങി മദാലസ്യായി ഒരു തട്ടിൽ മധുരപലഹാരങ്ങളുമേന്തി അവിടെ എത്തി. രാജകുമാരൻ ഉറങ്ങിക്കിടക്കുന്നത് കണ്ട് അവൾ കുറെ പലഹാരവും എടുത്ത് പുറത്തേക്കിറങ്ങി. മന്ത്രികുമാരൻ രഹസ്യമായി അവളെ പിന്തുടർന്നു. അവൾ ചെന്ന് കയറിയത് ഒരു മുടന്തന്റെ വീട്ടിലായിരുന്നു. രാജകുമാരി മുടന്തനോട് ശബ്ദം താഴ്ത്തി പറഞ്ഞു, എന്നെ കൊണ്ടുപോകാനായി ഭർത്താവ് വന്നിട്ടുണ്ട്. അദ്ദേഹം ഉറങ്ങാൻ കാത്തിരുന്നത് കൊണ്ടാണ് വരാൻ വൈകിയത്. ഒരു ഞെട്ടലോടെ മുടന്തൻ മറുപടി പറഞ്ഞു, നീ വിവാഹിതയാണെന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. പരസ്ത്രീയെ തൊടുന്നത് പാപമാണ്. നീ ഉടനെ തന്നെ ഇവിടെ നിന്ന് പോകണം. അവൾ കെഞ്ചി, അങ്ങനെ പറയരുത്. അങ്ങയെ കണ്ടില്ലെങ്കിൽ എനിക്ക് ദുഃഖമാണ്. അങ്ങ് എനിക്ക് വേണ്ടപ്പെട്ട ദേഹമാണ്. അപ്പോൾ മുടന്തൻ മറുപടി പറഞ്ഞു, നിനക്ക് എന്നോട് അത്രയധികം സ്നേഹമുണ്ടെങ്കിൽ ഞാൻ തരുന്ന വാൾ കൊണ്ട് ഭർത്താവിനെ കൊന്നുകളയണം. ഇതാ വാൾ. രാജകുമാരി അത് സമ്മതിച്ച് രാജകൊട്ടാരത്തിലേക്ക് നടന്നു. ഈ സംഭവങ്ങളെല്ലാം കേട്ടിരുന്ന മന്ത്രികുമാരനും അവളെ പിന്തുടർന്നു. അവൾ നേരെ ചെന്ന് രാജകുമാരനെ കൊന്നുകളഞ്ഞു. ഇത് കണ്ട് മന്ത്രികുമാരൻ ഓടിയെത്തി കോപത്തോടെ അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് ഒട്ടേറെ അധിക്ഷേപിച്ചു. തൻ്റെ കുറ്റം വേറൊരാൾ കണ്ടുപോയല്ലോ, ഇനി എങ്ങനെ രക്ഷപ്പെടും? പെട്ടെന്ന് രാജകുമാരിയുടെ ഭാവം മാറി. രക്ഷപ്പെടാനുള്ള മാർഗം മനസ്സിലേക്ക് ഓടിയെത്തി. ഉടനടി മാറത്തലച്ച് വാവിട്ട് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വിളിച്ചു കൂവി, അയ്യോ, ഓടി വരണേ, എൻ്റെ ഭർത്താവിനെ മന്ത്രികുമാരൻ കൊന്നുകളഞ്ഞേ. കാവൽക്കാർ ഓടിയെത്തിയപ്പോൾ രാജകുമാരൻ മരിച്ചു കിടക്കുന്നതും ഒരു കൈയിൽ വാളും മറുകൈയിൽ രാജകുമാരിയെയും പിടിച്ചു നിൽക്കുന്ന മന്ത്രികുമാരനെയും ആണ് കണ്ടത്. അവർ അയാളെ പിടിച്ച് രാജാവിന് മുന്നിൽ ഹാജരാക്കി. രാജാവ് മന്ത്രികുമാരനെ തൂക്കിക്കൊല്ലുന്നതിനായി മന്ത്രിയെ ഏൽപ്പിച്ചു. മന്ത്രിക്ക് കുമാരന്റെ ധീരതയും തേജസ്സും കണ്ട് ഇയാൾ നിരപരാധിയായിരിക്കുമെന്ന് തോന്നി. മന്ത്രി ചോദിച്ചപ്പോൾ അതുവരെ നടന്ന കാര്യങ്ങളെല്ലാം മന്ത്രികുമാരൻ ആ മന്ത്രിയെ പറഞ്ഞു കേൾപ്പിച്ചു. 2 പേരും ഒരുമിച്ച് വരുമ്പോൾ ആ വഴിയിൽ വെച്ച് പക്ഷി പറഞ്ഞതും ഒളിച്ചിരുന്നതും രാജകുമാരിക്ക് മുടന്തനുമായുള്ള ബന്ധവുമൊക്കെ അയാൾ പറയാൻ തുടങ്ങി. ഇതെല്ലാം കേട്ടപ്പോൾ മന്ത്രിയുടെ ആശ്ചര്യത്തിന് അതിരുണ്ടായിരുന്നില്ല. അദ്ദേഹം ഭടന്മാരോടുകൂടി മുടന്തന്റെ വീടിനരികിൽ ഒളിച്ചിരുന്നു. രാത്രിയായപ്പോൾ രാജകുമാരി അവിടെ വന്ന് മുടന്തനോട് സംസാരിക്കുന്നതും രാജകുമാരനെ വകവരുത്തിയതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നതുമെല്ലാം മന്ത്രി കണ്ടു. അദ്ദേഹം ഉടനെ ആ ഗൃഹത്തിൽ പ്രവേശിച്ച് മുടന്തനെയും രാജകുമാരിയെയും പിടിച്ചുകെട്ടി രാജധാനിയിലേക്ക് കൊണ്ടുവന്നു. രാജകുമാരിക്ക് തൻ്റെ കള്ളി പൊളിഞ്ഞുവെന്ന് മനസ്സിലായി. കഠിന ഹൃദയമുള്ളവളും ഭർതൃഘാതകിയുമായ സ്വന്തം പുത്രിയുടെ നേരെ രാജാവിന് വല്ലാത്ത അമർഷമുണ്ടായി. മന്ത്രികുമാരനെ തെറ്റിദ്ധരിച്ച് കൊലയ്ക്ക് വിധിച്ചതിൽ പശ്ചാത്താപിക്കുകയും പാപപരിഹാരത്തിനായി ഗംഗാസ്നാനത്തിന് പോവുകയും ചെയ്തു.
മന്ത്രികുമാരന്റെ അപേക്ഷയനുസരിച്ച് രാജകുമാരന്റെ ശവം നശിക്കാതെ ഭദ്രമായി സൂക്ഷിച്ചിരുന്നു. മന്ത്രികുമാരൻ അവിടെ നിന്ന് തിരിച്ച് സ്വന്തം ഭാര്യയുടെ നാട്ടിലെത്തി. തന്റെ കൂടെ ഒരു പെട്ടിയിൽ രാജകുമാരന്റെ ശവവും ഉണ്ടായിരുന്നു. ശശുരനും പരിവാരങ്ങളും അയാളെ എതിരേറ്റ് സൽക്കരിച്ചു. അന്ന് രാത്രി മന്ത്രികുമാരൻ ഏകനായി മണിയറയിൽ ശയിക്കുമ്പോൾ മന്ത്രികുമാരി സർവ അലങ്കാരങ്ങളോടുകൂടി ഒരു കയ്യിൽ പലഹാര താമ്പാളവുമായി മുറിയിൽ പ്രവേശിച്ചു. ഭർത്താവ് ഉറങ്ങിയെന്നാണ് അവൾ കരുതിയത്. അവൾ ഒരു വാളുമെടുത്ത് പുറത്തേക്കിറങ്ങി. ഉറക്കം നടിച്ചു കിടക്കുകയായിരുന്ന മന്ത്രികുമാരൻ സംശയത്തോടെ അവളെ അനുധാവനം ചെയ്തു. അവൾ ചെന്നു കയറിയത് ഒരു ക്ഷേത്രത്തിലാണ്. ദേവി വിഗ്രഹത്തിന് മുമ്പിൽ ചെന്ന് നിന്ന് അവൾ പ്രാർത്ഥിച്ചു. ദേവി, ഭക്തവത്സലേ, എൻ്റെ ഭർത്താവ് ഇന്ന് തിരിച്ചെത്തിയിരിക്കുന്നു. പഴയ നേർച്ചയനുസരിച്ച് എൻ്റെ ശിരസ് ബലി തരാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എൻ്റെ പ്രിയതമന് സർവമംഗളങ്ങളും ഭവിക്കട്ടെ. അവൾ വാളെടുത്ത് സ്വന്തം ശിരസ് ഛേദിക്കാൻ ഒരുങ്ങിയപ്പോൾ ദേവി പ്രത്യക്ഷപ്പെടുകയും പ്രതിജ്ഞ പാലിച്ചതിൽ സന്തോഷിച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു. മകളെ, നീ ഭർത്താവിനോട് ചേർന്ന് ചിരകാലം സുഖിച്ച് ജീവിക്കൂ. മന്ത്രികുമാരി അപേക്ഷിച്ചു. അംബികെ, എനിക്കൊരു വരം കൂടി വേണം. എൻ്റെ പ്രിയതമന്റെ ഉറ്റ സ്നേഹിതനായ രാജകുമാരന്റെ മൃതശരീരം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ജീവിപ്പിച്ചു തരണം. അല്ലെങ്കിൽ ദുഃഖം സഹിക്കാനാവാതെ എൻ്റെ ഭർത്താവും മരിച്ചു കളയും. ദേവി പ്രസന്നയായി അവൾക്ക് ഒരു ഭസ്മം കൊടുത്തു. അത് പൂശിയാൽ രാജകുമാരൻ ജീവിക്കുമെന്ന് പറഞ്ഞ് ദേവി അപ്രത്യക്ഷയായി. പതിവ്രതയും സുശീലയുമായ സ്വപത്നിയെ തെറ്റിദ്ധരിച്ചതോർത്ത് മന്ത്രികുമാരൻ കുണ്ഠിതപ്പെട്ടു. അയാൾ വേഗം മടങ്ങി വന്ന് സ്വന്തം മഞ്ചത്തിൽ ശയിച്ചു. മന്ത്രികുമാരി തിരികെ എത്തി ഭർത്താവിനെ വന്ദിച്ചു. അയാൾ സ്നേഹപൂർവം അവളെ പിടിച്ചാശ്ലേഷിച്ച് അടുത്തിരുത്തി പ്രേമവായ്പോടെ പറഞ്ഞു, പ്രിയതമേ, നീ വരാൻ വൈകിയതെന്ത്? ഞാൻ നിന്നെ കാണാതെ ദുഃഖിച്ചിരിക്കുകയായിരുന്നു. കുമാരിയുടെ ശബ്ദമുയർന്നു. ജീവനാഥ, വരാൻ വൈകിയതിൽ എന്നോട് ക്ഷമിക്കണം. കുറെ കാലമായി അങ്ങേ കാണാതെ ഞാൻ നീറി കഴിയുകയായിരുന്നു. സ്വൈര്യ സല്ലാപങ്ങൾക്കിടയിൽ മന്ത്രികുമാരൻ കുറച്ചു മുമ്പ് താൻ ഒരു കിനാവ് കണ്ടെന്നറിയിച്ചു. ഒരു സ്ത്രീ ഇവിടെ നിന്ന് പോയി ഭദ്രാക്ഷേത്രത്തിലെത്തി സ്വന്തം ശിരസ് ബലിയർപ്പിക്കാൻ ഒരുങ്ങി. ദേവി പ്രത്യക്ഷപ്പെട്ട് വേണ്ട വരങ്ങൾ കൊടുത്ത് അനുഗ്രഹിച്ചയച്ചു. ഇതായിരുന്നു സ്വപ്നം. മന്ത്രികുമാരി നടന്നതെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. അവൾ ഭർത്താവിന്റെ നിർദ്ദേശപ്രകാരം ഭസ്മം പുരട്ടി രാജകുമാരനെ ജീവിപ്പിച്ചു. രാജകുമാരൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ആശ്ചര്യ പരതന്ത്രനായി. സ്വന്തം പത്നിയുടെ കൊടും വഞ്ചനയും ആത്മസുഹൃത്തിന്റെ നിസ്വാർത്ഥ സേവനങ്ങളും കേട്ടറിഞ്ഞ് രാജകുമാരൻ ആ രാജ്യത്ത് തന്നെ താമസിച്ചു. കഥ കഴിഞ്ഞപ്പോൾ മുനി പറഞ്ഞു, അല്ലയോ വേട യുവാവേ, ഇതാണ് യഥാർത്ഥ മിത്രങ്ങളുടെ മഹത്വം. നിന്റെ ചങ്ങാതി നിന്നെ ചതിക്കുകയാണ് ചെയ്തത്. അതിനാൽ നീ അവനെ ഇനിമേലിൽ വിശ്വസിക്കരുത്. എന്നിട്ട് മുനി അവന് ധാരാളം ധനം ദാനം ചെയ്ത് വീട്ടിലേക്ക് പറഞ്ഞയച്ചു. മുനി വീണ്ടും തപസ്സിലേക്ക് തിരിച്ചു.